ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി വേണുവേട്ടനെ വിളിച്ചിട്ട് സംസാരിക്കുവാണ്. വേണുവേട്ട, ഞാൻ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? ഞങ്ങൾ ഉടനെ തന്നെ ഇറങ്ങും മാഡം. വേണുവേട്ട, നമുക്ക് ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പ്രതാപേട്ടനോട് തുറന്നു പറയാൻ കഴിയുമല്ലോ. ഈശ്വരൻ മറ്റു തടസ്സങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ മാഡം, നമുക്കിന്ന് എല്ലാ കാര്യങ്ങളും വർമ്മ സാറിനെ അറിയിക്കാം. ദീപക്കുമായുള്ള ഋതിക മാഡത്തിൻ്റെ വിവാഹം മുടക്കാൻ ഞാൻ നോക്കിയിട്ട് മാഡം ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ദീപക്ക് പത്മാവതി മാഡത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ആ വീഡിയോ ഇപ്പോഴും മാഡത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് വേണുവേട്ട, വീഡിയോ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങാറായി മാഡം. മാഡം വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്താൽ മതി. സമയമാവുമ്പോൾ ഞാൻ അകത്തേക്ക് വിളിക്കാം. ശരി വേണുവേട്ട എന്നും പറഞ്ഞ് പത്മാവതി ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. വേണുവേട്ടനാണെങ്കിൽ ഈ ഫോൺ ചെയ്തതൊക്കെ വീട്ടിൽ മറ്റുള്ളവർ കാണാതെ രഹസ്യമായിട്ടാണ് ഫോൺ ചെയ്തത്. പത്മാവതി അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈ തെളിവുകളെല്ലാം പ്രതാപേട്ടനെ കാണിക്കണം, പ്രതാപേട്ടനെ ഇപ്പോഴെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കാറിൽ വരുമ്പോൾ പെട്ടെന്ന് പത്മാവതിയുടെ കാറിൻ്റെ മുന്നിൽ അംബികയുടെ കാർ വന്ന് നിർത്തുവാണ്. അംബികയെ കണ്ട് പത്മാവതി ഒന്ന് ഞെട്ടിയെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് പത്മാവതി കാറിൽ നിന്നിറങ്ങി വെളിയിലോട്ട് വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി വന്ന് മുഖത്തോട് മുഖം ദേഷ്യത്തോട് ഇങ്ങനെ നോക്കുവാണ്. പത്മാവതി അംബികയോട് ചോദിക്കുന്നു, എന്താ ഉദ്ദേശം? വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താനോ അതോ? അംബികയ്ക്ക് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് പത്മാവതിക്ക് അറിയാമല്ലോ. അംബികയൊന്നും പറയാറില്ല, ചെയ്യാറേ ഉള്ളു. അതൊക്കെ പോട്ടെ പത്മാവതി, ഇത്ര ധൃതിക്ക് നീ എങ്ങോട്ടാ പത്മാവതി? അതെന്താ അങ്ങനെ ചോദിച്ചത്? അത് നിങ്ങൾക്കറിയില്ലേ? എൻ്റെ മകളുടെ വിവാഹം നിങ്ങളുടെ മകനുമായിട്ട് നടക്കുന്ന ദിവസമല്ലേ എന്ന്? അപ്പോൾ ഞാൻ അങ്ങോട്ട് വരണ്ടേ? അയ്യോ വരണം പത്മാവതി. പക്ഷേ പത്മാവതി വരുന്നത് വിവാഹം കഴിഞ്ഞിട്ട് സദ്യ കഴിച്ച് പോകാനായിരിക്കണം. വിവാഹം കൂടണോ സദ്യ കഴിക്കണോ എന്നുള്ളതൊക്കെ ഈ പത്മാവതി അങ്ങ് തീരുമാനിക്കും കേട്ടോ. അങ്ങനെ നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അംബിക ഒരു കാര്യം നടത്തണമെന്ന് മനസ്സിൽ വിചാരിച്ചാലേ ആരൊക്കെ മുന്നിൽ വന്നാലും അത് നടത്തിയിരിക്കും. ആഹാ, അപ്പം രണ്ടും കൽപ്പിച്ചുള്ള വരവാണല്ലോ. അതേടി, ഈ അംബിക വന്നത് രണ്ടും കൽപ്പിച്ച് തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ പത്മാവതി കാറിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇറങ്ങി വാടാ എന്നും പറഞ്ഞ് അംബിക കുറച്ച് ഗുണ്ടകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ ഇറക്കി വിട്ട് അവർ വന്ന് പത്മാവതിയെ വാടി ഇവിടെ നിന്ന് പറഞ്ഞ് പിടിച്ച് കാറിൽ കയറ്റുവാണ്. ഈ അംബികയോടാ കളി. അംബിക ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്നും പറഞ്ഞ് പത്മാവതിയെ ആ കാറിൽ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഓവർഡോസ് മയക്കുമരുന്ന് പത്മാവതിക്ക് കുത്തിവെച്ചിട്ട് ഒരു ചെയറിൽ അവളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുവാണ്. ഒരു ഭദ്രകാളിയെപ്പോലെ, ഒരു രാക്ഷസിയെപ്പോലെ ബോധമില്ലാതിരിക്കുന്ന പത്മാവതിയെ നോക്കി പറയുന്നു, അവൾ രഹസ്യങ്ങളെല്ലാം അവിടെ ഭർത്താവിനെ അറിയിക്കാൻ വന്നിരിക്കുന്നു. ഇവളെ പണ്ടേ ജീവനോടെ പോകാൻ വിട്ടതേ ഇപ്പം തെറ്റായിപ്പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എടാ, ഒരു കുപ്പി വെള്ളം ഇങ്ങെടുത്തടാ എന്നും പറഞ്ഞ ഗുണ്ടായുടെ വെള്ളം മേടിച്ച് പത്മാവതിയുടെ മുഖത്ത് തെളിക്കുക. എടി എഴുന്നേക്കടി, മതിയടി ഉറങ്ങിയത് എന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ പിടിച്ചിട്ട് കുലുക്കുവാണ്. പത്മാവതി പതുക്കെ കണ്ണു തുറന്നിട്ട്, അയ്യോ ഞാനിത് എവിടെയാ? അയ്യോ എൻ്റെ മോളെ, എൻ്റെ ഋതിക മോളെ എവിടെയാ? എൻ്റെ മോളുടെ വിവാഹം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുവാണ് പത്മാവതി. എന്താടാ, ഇവക്ക് ഇപ്പോഴും ബോധം ശരിക്കും വന്നിട്ടില്ലല്ലോ. അത് മേഡം ഡോസ് കുറച്ച് കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. എടി എഴുന്നേക്കടി, എന്നെ നോക്കടി എന്നൊക്കെ പറഞ്ഞ് അംബിക ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. പത്മാവതി മയക്കത്തിൽ ചോദിക്കുന്നു, എന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ അഴിച്ചുവിട്, എനിക്ക് പോകണം. നിന്നെ അഴിച്ചുവിട്ടിട്ട് നീ എങ്ങോട്ട് പോകാനാ? പ്രതാപനെ കണ്ട് നിനക്ക് സംസാരിക്കണം അല്ലേടി? ഈ അംബിക ഇവിടെ ജീവനോടുള്ളപ്പോൾ എന്നെ മറികടന്ന് എൻ്റെ അനിയനോട് നിനക്ക് സംസാരിക്കണം അല്ലേടി? മയക്കത്തിലാണെങ്കിലും പത്മാവതി ചോദിക്കുന്നു, നിങ്ങളുടെ അനിയനോ? നിങ്ങളുടെ അനിയനെന്നൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറുമായിരുന്നോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ മകൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തെന്നോ? നിനക്കറിയില്ലേടി, ഞാൻ അനുഭവിക്കാനിരുന്ന സ്വത്തുക്കളുടെ അവകാശിയായിട്ട് ആദ്യം നീ വന്നു. അതാണ് ആദ്യത്തെ തെറ്റ്. ഇപ്പോഴോ എല്ലാത്തിനും അവകാശി നിന്റെ മകളാ. അത് തന്നെയാ നിന്റെ മോള് ചെയ്ത തെറ്റ്. ഇങ്ങനെ സ്വത്തിനും പണത്തിനും വേണ്ടി ഭ്രാന്ത് കാണിക്കുന്ന ആരെയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സ്വത്തും പണമാണോ ഈ ലോകത്ത് വലുത്? എന്തൊക്കെ കെട്ടിപ്പടുത്തുയർത്തിയാലും നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ അവസാന കാലത്ത് നിങ്ങൾക്ക് ഗതിയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടി പത്മാവതി, നീ എങ്ങനെ അംബികയുടെ അവസാന കാലത്തെ ഓർമ്മിപ്പിച്ച് എന്നെ തളർത്താവെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ ഒന്നിനെയും ഭയപ്പെടുന്നവളല്ലടി ഈ അംബിക. എനിക്ക് വലുത് സ്വത്ത് തന്നെ അടി. ആ സ്വത്തെല്ലാം നിന്റെ മകളിലൂടെ ഞാൻ എൻ്റെ മകനിലെത്തിക്കും. ഈ വിവാഹം നടന്നാലല്ലേ എൻ്റെ മകളുടെ പേരിലുള്ള സ്വത്ത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല. പത്മാവതി, എനിക്കൊരാളെ ഇപ്പോൾ കൊല്ലാനുള്ള മാനസികാവസ്ഥയൊന്നും ഇപ്പോഴെനിക്കില്ല. പക്ഷേ നീ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ അങ്ങ് കൊന്നോ. നിങ്ങൾക്ക് വേണ്ട സ്വത്തുക്കളല്ലേ, അത് ഞാൻ നിങ്ങൾക്കങ്ങ് എഴുതിത്തരാം. നിങ്ങൾ എൻ്റെ മകളെ ഒന്ന് വെറുതെ വിട്. അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അംബിക പറയുക, പത്മാവതി, നിന്റെ പുതിയ അടവൊന്നും എൻ്റെ അടുത്ത് എടുക്കല്ലേ. ഈ അംബികയെ റിസ്ക് ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വിവാഹം, അതിലൂടെ സ്വത്തുക്കളും. എൻ്റെ ഈ പ്ലാനിങ്ങിലെ ആർക്ക് വേണ്ടി ഒരു മാറ്റവും വരുത്തത്തില്ല. അപ്പോൾ ദീപക് അങ്ങോട്ട് വലിയ സന്തോഷത്തോടെ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുവാണ്. എടാ മോനെ, ദിവ്യയും കുഞ്ഞും എവിടെ? അവർ സേഫായിട്ട് ദാണ്ട് തൊട്ടടുത്ത മുറിയിൽ തന്നെ ഉണ്ടമ്മേ. എടാ മോനെ, ദാണ്ടിടാ നിന്റെ അമ്മായി. ഹായ് അമ്മായി, ഹായ് അമ്മായി എന്നൊന്നും പറയാതെ വിവാഹത്തിന് അനുഗ്രഹം മേടിക്കും മോനെ. ദീപക് ഒരു കളിയാക്കലോടെ, സോറി അമ്മാവി, അമ്മായിയുടെ അനുഗ്രഹമേ എപ്പോഴും എനിക്കുണ്ടാകണം എന്നും പറഞ്ഞിങ്ങനെ കാലെ തൊടുന്നുണ്ട്. അമ്മായി, ഋതികയെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. നീ നിന്റെ അമ്മയെ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ. അംബിക കയ്യും പൊക്കി പത്മാവതിയെ അടിക്കാൻ ചെല്ലുവാണ്. എടി, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മകനെ എന്തെങ്കിലും ശപിച്ചാലുണ്ടല്ലോ, നിന്റെ ഈ നാവ് ഞാൻ ഇനി പിഴുതെടുക്കും. എടാ ദീപക്കെ, ഇവളുടെ ഫോൺ എടുത്ത് നിന്റെ ഏതോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഡെലിറ്റ് ചെയ്യടാ. ദീപക് ആ ഫോൺ ഗുണ്ടയുടെ കയ്യിൽ ഇങ്ങോട്ട് വാങ്ങിച്ച് പത്മാവതിയുടെ കൈ പിടിച്ച് അതിലോട്ട് പ്രസ് ചെയ്തിട്ട് ആ ഫോൺ അങ്ങ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദീപക്കിനെതിരെയുള്ള ആ വീഡിയോ എല്ലാം അവനങ്ങ് ഡെലിറ്റ് ചെയ്തു. പത്മാവതി, എന്നാൽ ഞങ്ങൾ ഇനി ഇറങ്ങുക. ബലം പിടിച്ചേ കയറൊന്നും പൊട്ടിക്കാൻ നോക്കല്ലേ. അവിടെ നിൽക്കുന്ന ആ ഗുണ്ടായോട് പറഞ്ഞു, ഡോ, ഇവളെ നോക്കിക്കോണം. തൽക്കാലം ഇവളെ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം ഇവളെ എന്ത് ചെയ്യണമെന്ന്. പത്മാവതി, ഞാൻ വീണ്ടും പറയുക, നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങിയിരുന്നോണം. ദീപക്കും ഹൃതിയായിട്ടുള്ള കല്യാണം കഴിയുമ്പോൾ ഫോട്ടോ ദാണ്ട ഞാൻ ഇവൻ്റെ ഫോണിലോട്ടിടും. ഇടാ, ആ ഫോട്ടോ എല്ലാം മേഡത്തിനെ കാണിച്ചു കൊടുക്കണം കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് അംബികയും മോനും അങ്ങ് പോവുകയാണ്. പത്മാവതി പാവം അവിടെ കിടന്ന് കരയുവാണ്. ഈശ്വര, ആരുമില്ലയോ ഒന്ന് രക്ഷിക്കാൻ, എൻ്റെ മോളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് പദം പറക്കി കരയുവാണ്. ഋതികയും പ്രതാപവർമ്മയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് അംബികയും മോനും കൂടെ ആ കാറിൽ വന്നിറങ്ങുവാണ്. പ്രതാപവർമ്മ ചോദിക്കുന്നു, ചേച്ചി ഇതെവിടെ പോയതാ രാവിലെ? ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചിട്ട് പോലും ചേച്ചി വന്നില്ലല്ലോ. അത് പ്രതാപ, ഞാൻ ഇവനെയും കൊണ്ട് നമ്മുടെ പഴയ തറവാട് വരെ ഒന്ന് പോയതാ. അവിടെയാണല്ലോ നമ്മുടെ പഴയ കാരണവരുടെയൊക്കെ അസ്ഥിത്തറയുള്ളത്. അവിടെ വിളക്ക് കൊളുത്തി ദീപക്കിനെ കൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹവും മേടിച്ചു. എന്നിട്ട് അംബിക ഒരു കള്ളക്കരച്ചിൽ, നമ്മുടെ അപ്പനപ്പന്മാർക്ക് ഇപ്പോഴോ സന്തോഷമായതെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെ പുറത്തല്ല വിവാഹം ചെയ്ത് കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് തൃപ്തിയായി കാണും. ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഋതുമോളെ, മോടെ കയ്യിൽ പ്രസാദമാണ് എന്നും പറഞ്ഞ് അംബിക വെച്ചിട്ട് പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊട്ടിട്ട് പറയുന്നു, മോളെ, ഇത് ദീപക്കിൻ്റെ നെറ്റിയിൽ മോളെ തൊട്ടുകൊട് എന്നിങ്ങനെ പറയുമ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക ഉടനെ രാജുവിനോട്, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ആ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഹരിയോടൊപ്പം ഉണ്ടാകണമെന്ന്, എളുപ്പം നീ അങ്ങോട്ട് ചെല്ല് എന്നിങ്ങനെ പറയുമ്പോൾ ഋതികയും പ്രതാപവർമ്മയും രാജുവിനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. അംബിക വീണ്ടും ഋതിയെ നിർബന്ധിക്കുവാണ്, ഈ പ്രസാദം ദീപക്കിൻ്റെ നെറ്റിയിൽ തൊടുമോളെ. മനസ്സില്ലാ മനസ്സോടെ ഋതിക ആ പ്രസാദം ദീപക്കിൻ്റെ നെറ്റിയിൽ തൊട്ടും തൊടാത്ത രീതിക്ക് ഇട്ടിട്ട് ഓടി അങ്ങ് പോയി. പ്രതാപൻ അംബികയോട് ചോദിക്കുന്നു, എന്തിനാ ചേച്ചി ഈ ബൗൺസേഴ്സിനെയൊക്കെ നിർത്തിയിരിക്കുന്നത്? ഫങ്ഷൻസിനും ആഘോഷത്തിനുമൊക്കെ ബൗൺസേഴ്സിനെ വെക്കുന്നത് ഇപ്പോൾ ഒരു പുതുമയാണോ പ്രതാപ? നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ? അതെ, നമ്മളുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രതാപ. എല്ലാം ആ ഹരി നിർബന്ധിച്ചതുകൊണ്ടാ. എല്ലാ കാര്യങ്ങളും ഹരി ഭംഗിയായിട്ട് നോക്കും. വാ പ്രതാപ, നമുക്ക് അകത്തോട്ട് പോകാം. ശേഖരനെയും യാമിനെയും കണ്ടിട്ട് പെട്ടെന്ന് അംബിക ചോദിക്കുന്നു, ആഹാ കൊള്ളാലോ, രണ്ടുപേരും ഒരുങ്ങി നിൽക്കുവാണോ? പെട്ടെന്ന് യാമിനി പറയാ, പ്രതാപേട്ട ഞാൻ ചായ എടുക്കാൻ പറഞ്ഞ് യാമിനി അങ്ങ് പോയി. അംബിക ഉടനെ ഹരിയെ വിളിച്ചിട്ട്, ഹരി, നിങ്ങളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാഡം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ? എല്ലാം ഉണ്ട് മാഡം. ഹരിക്കറിയാലോ, ഇവിടെ വിവാഹത്തിൽ വരുന്നതിൽ കൂടുതലും VIP-കളായിരിക്കും. ആർക്കും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അത് അംബിക മാഡം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ പോകുന്ന മാരേജ് എൻജോയ് ചെയ്യാൻ നോക്ക്. അവിടെ ടൂറിസം വകുപ്പ് മന്ത്രി സാഗർ രാജിൻ്റെ കാർ വന്നിട്ടുണ്ട്. ആ രണ്ട് തടിമാടന്മാരും ബൗൺസേഴ്സ് പറയുന്നു, എടോ, ആ മന്ത്രിയുടെ കാറല്ലേ അത്? ആ പുള്ളിയോടൊപ്പം വേറെ ഒരാളെ കാണുന്നുണ്ടല്ലോ, അതാരാ? അത് അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകനാണെന്ന് തോന്നുന്നു. കാറിൽ നിന്നിറങ്ങിയ ആ ചെറുക്കൻ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആ വീടും പരിസരമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഇതാണല്ലേ വർമ്മ അങ്കിളിൻ്റെ വീട്?
അപ്പോൾ പറഞ്ഞു കേട്ടത് ശരിയാണ്, വർമ്മയങ്കിൾ ഒരുപാട് റിച്ചാണ്. ഈ വീടിൻ്റെ വലിപ്പം മാത്രമല്ല, ഇൻറ്റീരിയറും നിനക്ക് ഇഷ്ടപ്പെടും, വാ നമുക്ക് അകത്തോട്ട് പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തോട്ട് പോവുകയാണ്. അവരെ കണ്ടിട്ട് പെട്ടെന്ന് പ്രതാപൻ ചാടി എഴുന്നേറ്റിട്ട്, അല്ല ഇതാര്, സാഗറായിരുന്നോ എന്നും പറഞ്ഞ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. വന്ന മന്ത്രിയും അംബികയോട് ചോദിക്കുന്നു, അംബികയ്ക്ക് ഇവനെ മനസ്സിലായോ? അയ്യോ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, എന്നാൽ അംബിക ചെറുപ്പത്തിൽ ഇവനെ കണ്ടിട്ടുണ്ട്. ഒന്നോർത്ത് നോക്കിക്കേ, ഈ മുഖം എനിക്ക് ഓർമ്മ കിട്ടുന്നു, പക്ഷെ ആരാണെന്ന് അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ആരാ പ്രതാപ ഈ പയ്യൻ? ചേച്ചി, ഇത് സാഗരാജൻ്റെ അനിയൻ സോമരാജൻ്റെ. ഓ, സോമരാജൻ്റെ മകൻ രോഹൻ. എടാ നീ അങ്ങ് വളർന്നു പോയല്ലോടാ ചക്ക. 10-15 വർഷത്തിന് മുമ്പേ ഒരു ഫംഗ്ഷന് നിന്റെ അമ്മയോടൊപ്പം നിന്നെ ഞാൻ കണ്ടതായിരുന്നു. ദീപക്കെ, നിനക്ക് മനസ്സിലായോ ഇവനെ? അന്ന് നിങ്ങൾ രണ്ടുപേരോടായിരുന്നു കൂട്ടിനേക്കാളും കൂടുതൽ നിങ്ങൾ വഴക്കായിരുന്നു. അങ്ങനെ ദീപക്കും രോഹനും പരിചയമൊക്കെ പുതുക്കുന്നുണ്ട്. ആ സമയത്ത് ദീപക്കിൻ്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്. ദീപക്കപ്പ പ്രതാപനോട് പറയുന്നു, അമ്മാവ ഫ്രണ്ട്സാ, ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോട്ടെ എന്നും പറഞ്ഞ് അനുവാദമൊക്കെ വാങ്ങിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മന്ത്രിമാർ രണ്ടുപേരുടെ കുശലപ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നതിൻ്റെ ക്രെഡിറ്റ് രോഹന്. വർമ്മയങ്കിളിൻ്റെ വീട്ടിൽ പോകണം, വർമ്മയങ്കിളിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കണം. അങ്ങനെ അവൻ ഒരേ നിർബന്ധം. തനിക്കറിയാലോ, തന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഇവൻ വന്നത്. ഇവനൊരു എഞ്ചിനീയറാ, ഒരു റെയർ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇവന് വലിയ ഇഷ്ടമാണ്. ഞാൻ തൻ്റെ വീടിൻ്റെ സ്ട്രക്ചർ പണ്ട് പറഞ്ഞത് ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അംബിക വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇവൻ പറഞ്ഞ്, എനിക്കും വരണം, വിവാഹത്തിൽ പങ്കെടുക്കണം, ആ വീടിൻ്റെ സ്ട്രക്ചറല്ല എനിക്കൊന്ന് കാണണം. വർമ്മ സന്തോഷത്തോടെ പറയുവാണ്, അതിനെന്താ, താൻ ഈ വീട് മുഴുക്കിയൊന്ന് കണ്ട് എല്ലാ സ്ട്രക്ചറും ഒന്ന് മനസ്സിലാക്കിക്കോ. എന്ത് ചെയ്യാനാ വർമ്മയെ, വിവാഹപ്രായമായി, പോയി പെണ്ണ് കെട്ടിടാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്തുനിന്ന് അവൻ അനങ്ങില്ല. വാ തുറന്നൊരക്ഷരം സംസാരിക്കത്തതുമില്ല. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആള് പിന്നെ 100 അപ്പോൾ അതുവഴി പോകുന്ന രാജുവിനെ പ്രതാപവർമ്മ വിളിച്ചിട്ട് പറയുന്നു, രാജു, ഇത് സാഗർ രാജൻ്റെ അനുജൻ്റെ മകൻ രോഹനാണ്. രോഹൻ, ഇതെൻ്റെ PA രാജു. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുന്നു. അംബികയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ രോഹൻ ആരാണ്? അവൻ എന്തിനാണ് ഇവിടെ വന്നത്? ഈ വിവാഹം മുടക്കാൻ ആരെങ്കിലും അവനെ വിട്ടതാണോ? എന്തെങ്കിലും നിഗൂഢതകൾ ഇതിലുണ്ടോ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.